ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹിദ.Rehuman. ഇന്ന് ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് 1/2 കിലോ ചിക്കൻ എടുത്ത് കണ്ടിച്ച് വൃത്തിയാക്കി മീഡിയം സൈസ് പീസാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ കഷ്ണത്തിനേക്കാളും മീഡിയം പീസാണ് പൊരിക്കാൻ നല്ലത്. അതിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിപ്പുണ്ട്. ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയുമാണ് ആവശ്യം. കഴുകി വൃത്തിയാക്കുന്ന ചിക്കനിൽ മസാല തേക്കുന്നതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ. ഇത് എരിവില്ലാത്ത മുളകാണ്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സി കഴുകിയ ജാറിൽ തന്നെ ഇച്ചിരി വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറിവേപ്പിലയുടെ നല്ല മണം കിട്ടും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോരി മാറ്റാവുന്നതാണ്. ഞാൻ ഇത് മാറ്റുന്നില്ല. എണ്ണ നല്ല തിളക്കുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കൻ പൊരിക്കുന്നതിന് ഒരു പാൻ എടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് ചൂടാക്കി. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ കറിവേപ്പില കോരി മാറ്റാവുന്നതാണ്. എണ്ണ നല്ല തിളക്കുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. പകുതി ആവി കയറ്റിയിരിക്കുന്നതുകൊണ്ട് നല്ല വെന്ത് കിട്ടും. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് പൊരിക്കുന്നതിനേക്കാളും ചെറിയ കഷ്ണങ്ങളായിട്ട് പൊരിച്ചെടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്കിത് പൊരിക്കണ സമയത്ത് കോൺഫ്ലവർ പൊടി വേണമെങ്കിൽ ഇട്ട് കുഴക്കാവുന്നതാണ്. ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ എണ്ണയിലിട്ടതിന് ശേഷം ആദ്യം തന്നെ ഇളക്കിയൊന്നും കൊടുക്കരുത്. ഇങ്ങനെ ഇട്ട് പകുതി ഒഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഈ നല്ല കൂട്ടി വെക്കുക. ചിക്കൻ എണ്ണയിലിട്ട ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിടാം. ഇട്ട ഉടനെ ഇളക്കി കൊടുത്താൽ പൊടിഞ്ഞു പോകും. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് ചിക്കൻ പൊരി. ഞാൻ ചിക്കൻ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തീ കുറച്ച് വെച്ച് വേവിക്കുക. അല്ലെങ്കിൽ നല്ലവണ്ണം മൊരിഞ്ഞ് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ട ചിക്കൻ ഫ്രൈ ഇവിടെ എല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ ഫ്രൈ ഒരു 15-20 മിനിറ്റ് കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഹാർഡായി പോവും. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് കോരി എടുക്കുക. ഇത് സോഫ്റ്റായിട്ട്
നല്ല ചിക്കൻ ഫ്രൈ ആണിത്. ഒരുപാടിട്ട് മൊരിയിച്ചാൽ കല്ല് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് 10-20 മിനിറ്റിനുള്ളിൽ ആദ്യത്തെ ട്രിപ്പ് ഇട്ട ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ ആദ്യം ഒന്നും ഇളക്കാതിരിക്കുക. രണ്ടാമത് പതുക്കെ ഒന്ന് തിരിച്ച് ഇട്ടതിന് ശേഷം മൊരിയാൻ വെക്കുക. നമ്മൾ രണ്ടാമത് ഇട്ട ചിക്കൻ പീസും നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വാട്ടിയെടുക്കുക. നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എന്നും പറയാവുന്നതാണ്. ഇത് നല്ല രുചിയുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.